ദീപാവലി ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായ ഒരു ലഡ്ഡുവാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ചട്നി കടല അല്ലെങ്കിൽ പൊരികടല എന്ന് പറയുന്ന നമ്മളുടെ ഈ കടല വെച്ചിട്ടാണ് ഞാനിന്ന് ലഡ്ഡു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് ചട്നി കടല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. അതേ സെയിം കപ്പിൽ തന്നെയായിരുന്നു ഞാൻ ചട്നി കടലയും എടുത്തിരുന്നത്. അപ്പോൾ ആ ചട്നി കടല ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, കറുപ്പ് വേണമെങ്കിലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാഷ്യൂ, ഒരു 4 ഏലക്ക. ഇനി നെയ്യ് ഒരു 75 ml നമുക്ക് നെയ്യ് വേണം. ഓക്കെ, ഇനി ഡ്രൈ ആയിട്ടുള്ള ചീനച്ചട്ടിയിലോട്ട് നമ്മളുടെ പൊടിച്ചു വെച്ച നമ്മുടെ ചട്നിക്കടല ഇടുവാണ്. അപ്പോൾ നേരിട്ട് നമ്മൾക്ക് ചട്നിക്കടല നമ്മൾ വാങ്ങാൻ കിട്ടുന്ന അതേ പരുവത്തിൽ തന്നെ നമ്മൾ 1 കപ്പ് എടുത്തില്ലേ, ആ സമയത്ത് തന്നെ നമ്മൾക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. പക്ഷേ എണ്ണയൊന്നും ഒഴിക്കരുത്, എണ്ണ നെയ്യ് അങ്ങനെ ഒന്നും ഒഴിക്കരുത്. ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾക്ക് ആദ്യം വറുത്തെടുത്തതിന് ശേഷം ഒന്ന് ആറിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഒരു റിസ്കി കാര്യമാണ്, കാരണം പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൈ മാറ്റാതെ തന്നെ പതിയെയും വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾക്കിത് വറുത്തെടുക്കുക. അപ്പോൾ നല്ല മണം വരും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നല്ലവണ്ണം മാറണം, അപ്പോഴാണ് നമ്മൾ ലഡ്ഡുവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇനി ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ആ ചൂട് നിൽക്കുമ്പോൾ താഴ്ഭാഗം മാത്രം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്ലേറ്റിലേക്ക്, നല്ല പരന്ന ഒരു പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റുക. ഓക്കെ, ഇനി നമ്മൾക്കിതിൽ മിക്സ് ചെയ്യാനുള്ളത് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ഇതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലോ, ഇതിൽ 1/2 കപ്പായാലും കുഴപ്പമില്ല. ഇച്ചിരി മധുരമൊക്കെ കുറവ് മതി എന്നുള്ളവർക്ക് അത്രയും മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ പൊടിച്ചു വെച്ച പഞ്ചസാര തന്നെ ചേർക്കുക. അതായിരിക്കും ഇതിൽ കോട്ടിങ്ങിന് നല്ലത്. നല്ല ടേസ്റ്റ് കൊടുക്കുക. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബ്ലെൻഡ് ആവണ്ടേ, അപ്പോൾ അത് പൊടിച്ച പഞ്ചസാര തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇനി പൊരികടലയും ഈ പഞ്ചസാരയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അവിടെ മധുരം കൂടുതൽ എന്നുള്ള രീതിയിലാവരുത്. അപ്പോൾ ഈവണായി എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമ്മളുടെ പഞ്ചസാരയും ഈ ചട്നി കടലയും പൊടിച്ചതും തമ്മിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഒരുപാട് ഞാൻ റെസിപ്പീസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കാണണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഓരോരുത്തർക്ക് ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അത് വേണ്ട, സ്കിപ്പ് ചെയ്യാം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ല മണമാണ്. അപ്പോൾ ഞാനിവിടെ 4 ഏലക്കയാണ് പൊടിച്ചതെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചധികം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് നെയ്യാണ് ചൂടാക്കാൻ വെക്കേണ്ടത്. അപ്പോൾ ചീനച്ചട്ടി വെച്ചു. ഇനി നെയ്യാണെങ്കിലും വളരെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക, കരിഞ്ഞു പോവാതെയും ആ മണം ഒരു വ്യത്യാസം വരാതെയൊക്കെ നമുക്ക് നോക്കാം. ഒരു 50 ഗ്രാം 75-ൽ ഒരു 50 ഗ്രാം ഞാൻ ഇപ്പോൾ ഒഴിച്ചു. അപ്പോൾ ചൂടാക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് ആ മിൽമയുടെ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യെല്ലോ കളർ മാറി നല്ല രീതിയിൽ തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനെ നമ്മളുടെ പഞ്ചസാര പൊരികടല മിക്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ കുറച്ചായി ഒഴിച്ച്, അല്ലെങ്കിൽ ഒരു കുഴിയാക്കിയതിന് ശേഷം അതിനെ മൊത്തത്തിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഈ പൊടി, നെയ്യ്, പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ഈവണായി ആവുന്ന വിധത്തിൽ നമുക്ക് നെയ്യ് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ആക്കി കൊടുത്താലും കുഴപ്പമില്ല. മൊത്തം എടുത്ത് ഒഴിച്ചാൽ ഇത്തിരി കൂടെ പരന്ന പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പ്ലേറ്റ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. കാരണം ഇത് താഴെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നോക്കട്ടെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ നെയ്യ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അത് നമുക്കൊരു എൻകറേജ്മെൻറ്റാണ്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളതും. അപ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ദീപാവലിക്ക് എൻ്റെ ഈ സ്പെഷ്യലായ
ഈ ചട്നി കടല വെച്ചിട്ടുള്ള ലഡു ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും നെയ്യ് കോട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള നെയ്യ് ചൂടാക്കാൻ വെച്ചു. ഞാൻ കാണിക്കാത്തത് വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നുണ്ടല്ലോ എന്നുള്ളത് കാരണമാണ് വീണ്ടും അത് ചൂടാക്കുന്നു എന്നുള്ളത് കാണിക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഞാനിവിടെ ഒഴിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ച നെയ്യ് വെച്ചിട്ടാണ് നമുക്ക് നല്ല രീതിയിലത് പിടിക്കാൻ കിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഒരു 50 ഗ്രാം ഒഴിച്ച നെയ്യ് എല്ലാ ഭാഗത്തേക്കും നമ്മളാക്കി കൊടുക്കുമ്പോൾ ചൂട് കുറയും. അപ്പോൾ അത് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നീട് ചൂടാക്കുന്ന 25 മില്ലി നെയ്യിൽ എടുത്ത് കുറച്ച് സ്പൂണിലെടുത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഒരു റോളിങ്ങിന് എളുപ്പമാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിലേക്ക് നമ്മൾക്ക് ബോൾ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ബോളാക്കി എടുത്തു. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 12 എണ്ണം നമ്മൾക്ക് കറക്റ്റായി ഞാൻ എണ്ണിയില്ല, ഒരു 12 എണ്ണം വരെ ഈ ഒരു ഷേപ്പിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇങ്ങനെ ഒരു ലഡു ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.